അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാജ്യമൊട്ടാകെ കോടിക്കണക്കിന് ഭക്തർ നൽകിയ സംഭാവനകൾ ഇപ്പോൾ വലിയൊരു വിവാദത്തിന്റെ നിഴലിലാണ്. കോടിക്കണക്കിന് രൂപയുടെ വഴിപാടും പണവും സംഭാവനകളും കാണാതായിരിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഈ ആരോപണം ഉയർത്തുന്നത് പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷമായ BJPയുടെയും RSSന്റെയും ഉള്ളിൽ നിന്ന് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞു. സംഭവത്തിൽ CBI അന്വേഷണവും CAG ഓഡിറ്റും വേണമെന്ന ആവശ്യവുമായി സംഘപരിവാർ ക്യാമ്പിലെ പ്രമുഖർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിവാദങ്ങളുടെ തുടക്കം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നായിരുന്നു. രാമക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകൾ കാണാതായിട്ടുണ്ടെന്നും കോടതികൾ ഇതിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമായി തള്ളിക്കളയാണ് ക്ഷേത്ര ട്രസ്റ്റ് ശ്രമിച്ചത്. ക്ഷേത്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ശ്രീറാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഇതിന് മറുപടിയുമായി രംഗത്തെത്തി. ട്രസ്റ്റിന്റെ കണക്കുകൾ കൃത്യമായി ആഭ്യന്തര ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നുണ്ടെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള യാതൊരു ക്രമക്കേടും കണ്ടെത്തിയിട്ടില്ലെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുതിർന്ന നേതാവ് കൂടിയായ ചമ്പത് റായ് വ്യക്തമാക്കിയത്. എന്നാൽ ട്രസ്റ്റിന്റെ ഈ വിശദീകരണം കൊണ്ട് ഈ വിവാദം അവസാനിച്ചില്ല. കാരണം ട്രസ്റ്റിന്റെ മറുപടിയെ അവിശ്വസിച്ചുകൊണ്ട് BJPയുടെ സ്വന്തം നേതാക്കൾ തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അയോധ്യയിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവും ദന്ത ഡോക്ടറുമായ ഡോക്ടർ രജനീഷ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് ഒരു കത്തയച്ചു. ഈ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് സാധാരണ ഒരു അന്വേഷണമല്ല, CBI അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഉന്നത കേന്ദ്ര ഏജൻസികൾ ഈ സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നടത്തണമെന്നാണ്. സംഭാവനകൾ ശേഖരിച്ചത്, എണ്ണിയത്, അത് ബാങ്കിൽ നിക്ഷേപിച്ചത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ഒരു പ്രത്യേക ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. മാത്രമല്ല, അയോധ്യയിലെ BJP പ്രവർത്തകനും അലഹാബാദ് ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായ മുരളീധർ സിംഗും സമാന ആവശ്യവുമായി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയും വികാരത്തെയും ബാധിക്കുന്ന വിഷയമാണിതെന്നും സംഭാവനകളിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് വെറുമൊരു സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല, മറിച്ച് കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ ക്ഷേത്രവുമായി നേരിട്ട് ബന്ധമുള്ള പ്രമുഖ ഹിന്ദു സന്യാസിമാരും ട്രസ്റ്റിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റിന്റെ അധ്യക്ഷനായ മഹന്ത് ഗോപാൽ ദാസിന്റെ പിൻഗാമിയായ കമൽ നയൻ ദാസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ്. നിലവിൽ ട്രസ്റ്റിനകത്തുള്ള ആളുകൾ തന്നെയാണ് ഈ അന്വേഷണം നടത്തുന്നത്. എന്നാൽ ഈ അന്വേഷണം നടത്തുന്ന ട്രസ്റ്റ് അംഗങ്ങളെ വിശ്വാസ്യതയെ തന്നെ കമൽദാസ് പരസ്യമായി ചോദ്യം ചെയ്തു. വേട്ടക്കാരൻ തന്നെ അന്വേഷണം നടത്തുന്നതിൽ എന്ത് നീതിയാണുള്ളത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇതിനു പുറമെ പ്രമുഖ സന്യാസിയായ സ്വാമി അവിമുക്തേശ്വരാനന്ദും ട്രസ്റ്റിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ തറക്കിലിട്ട അന്നു മുതൽക്കേ പണത്തിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള അഴിമതിയും സുതാര്യതക്കുറവും നിലനിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന ചമ്പത് റായ്ക്കെതിരെയും വലിയ രീതിയിലുള്ള അതൃപ്തി സന്യാസിമാർക്കിടയിലുണ്ട്. വിവാദങ്ങൾ ഇത്രയും കത്തുമ്പോഴും ഉത്തർപ്രദേശ് സർക്കാരോ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥോ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. BJPയുടെയും RSSന്റെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലും ഭക്തർക്കിടയിലും വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് ഈ മൗനം ഉണ്ടാക്കുന്നത്. 2019 സുപ്രീം കോടതി വിധിക്ക് ശേഷം അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും വലിയ രീതിയിൽ ഭൂമി ഇടപാടുകൾ നടന്നതായും അതിൽ പല രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതാണെന്നും മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭക്തർ നൽകിയ വഴിപാട് പണം പോലും ചോർന്നുപോയെന്ന ഗുരുതരമായ ആരോപണം ഉയരുന്നത്. ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിന് വെറും ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ നിന്ന് മാറി ഭരണപക്ഷത്തെയും സംഘപരിവാർ ക്യാമ്പിലെയും ആഭ്യന്തര കലഹമായി ഈ അയോധ്യ സംഭാവന വിവാദം മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഭക്തജനങ്ങളുടെ പണം എവിടെ പോയി? ട്രസ്റ്റിന്റെ ആഭ്യന്തര അന്വേഷണം കൊണ്ട് മാത്രം ഈ സംശയങ്ങൾ തീരുമോ? അതോ BJP നേതാക്കൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? രാജ്യം ഉറ്റുനോക്കുകയാണ്.